ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് കുംഭമാസം 17-ാം തീയതി, അതായത് 2017 മാർച്ച് മാസം 1-ാം തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്. നക്ഷത്രം രേവതിയാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരപൂർവ്വം അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്, ബഹുമാനപ്പെട്ട ശർമാജിക്ക് ഞാൻ എയ്ഡഡ് മേഖലയിൽ ഗസ്റ്റ് അധ്യാപികയായി ജോലി ചെയ്യുന്നു. നിലവിൽ ആ സ്കൂളിൽ തസ്തിക നിർണ്ണയമോ അപ്രൂവലോ ആയിട്ടില്ല. എനിക്ക് ഈ സ്കൂളിൽ തുടർന്നാൽ ഗവൺമെൻറ് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ടോ, അതോ സ്വന്തമായി ട്യൂഷൻ ക്ലാസ് നടത്തുന്നതാണോ നല്ലത്? എൻ്റെ തൊഴിൽ മേഖല അധ്യാപനം തന്നെയാണോ? എൻ്റെ അനുയോജ്യ തൊഴിൽ മേഖല ഒന്ന് നിർദ്ദേശിക്കാമോ? നിലവിലെ ഗൃഹസ്ഥിതി എന്താണ്? അനുയോജ്യമായ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് ബഹുമാനത്തോടെ ആശാറാണി. നിലവിലെ ഗൃഹസ്ഥിതി ആശാറാണിക്ക് വളരെ മോശമാണ്. പുണർതം ഒടുവിലത്തെ 15 നാഴികയും പൂയവും ആയില്യവും ചേരുന്ന 2 നക്ഷത്രം കർക്കടക രാശിയാണ്. കർക്കടക രാശിക്കാർക്ക് 3-ാം ഭാവത്തിൽ വ്യാഴവും ശത്രുസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന കാലമാണ്. പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽപരമായിട്ട് കർക്കടക രാശിക്കാർക്ക്, അതായത് പ്രസ്തുത പുണർതം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ സംബന്ധമായ ആശങ്കയോ അസ്ഥിരതയോ, ആ തൊഴിൽ വിട്ട് വേറെ ഏതെങ്കിലും തൊഴിലിലേക്ക് പോകണമെന്നുള്ള ചിന്തയോ, ആ തൊഴിലിൽ ആക്ഷേപങ്ങളോ അപഹാസ്യങ്ങളോ തർക്കങ്ങളോ അല്ലെങ്കിൽ പിരിച്ചുവിടൽ ഭീഷണിയോ അല്ലെങ്കിൽ ആ തൊഴിൽ ശാലയിൽ നഷ്ടം എന്നുള്ള രീതിയിൽ പാർട്ട് ടൈമായിട്ട് തരംതാഴ്ത്തപ്പെടുകയോ സസ്പെൻഷനോ ഡിസ്മിസ്സോ മേലധികാരികളുടെ അപ്രീതിയോ റെഡ് മാർക്കോ ഒക്കെ വീഴേണ്ട ഒരു കാലഘട്ടങ്ങളാണ് പുണർതം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക്. എന്നിരുന്നാലും 6-ലെ ശനി നായകസ്ഥാനവും രക്ഷാസ്ഥാനവും തരുന്നതിനാൽ നിലവിൽ ഏതെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നിരുന്നാൽ തന്നെ ആയവയ്ക്ക് അപ്പോൾ തന്നെ പരിഹാരങ്ങൾ വന്നു ചേരുകയും ആ വക ദോഷങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം എന്നുള്ള നിലയിൽ പരിഹാര പിന്തുണയുമായി ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളോ അവയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ ബന്ധപ്പെട്ട വിഷയങ്ങളോ സഹായഹസ്തങ്ങൾ ഉണ്ടാകുകയും തലസ്ഥാനത്തിന് പകരം വേറൊരു സ്ഥാനം ലഭിക്കുകയും ഇതിനേക്കാൾ ഭാവിയിൽ മെച്ചപ്പെടാവുന്ന മേഖലകളിലേക്ക് ഒരു പ്രവേശനം ലഭിക്കാനും സാധ്യതയുണ്ട്. അതായത് ഈ രാശിക്കാർക്ക് ഏതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽപരമായി നഷ്ടം വന്നിരുന്നാൽ പോലും അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി ലിങ്ക് ചെയ്യാവുന്ന മറ്റേതെങ്കിലും മേഖലകളിലേക്ക് ഒരു ഉയർച്ച ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന, അല്ലെ ഒരു ജോലി സ്ഥിരത ഉണ്ടായേക്കാവുന്ന, അല്ലെ ജോലിയിൽ ഒരു പ്രമോഷൻ ഉണ്ടായേക്കാവുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭീഷണിയിൽ നിന്ന് മാറാവുന്ന, ആക്ഷേപത്തിൽ നിന്ന് മാറാവുന്നൊരവസ്ഥയിലേക്ക് മറ്റൊരു വലിയ പദവിയോ ഉദ്യോഗമോ തസ്തികയോ ലഭിക്കാൻ ഉടൻ തന്നെ സാധ്യത ഈ രാശിക്കാർക്കുണ്ടാവും. അതായത് ഊർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെ ഇപ്പോൾ കിട്ടുന്ന ഈ ശാപം പനിഷ്മെൻറ്റ് അല്ലെങ്കിൽ ലജ്ജ, അതുമല്ലെങ്കിൽ ഇപ്പോഴത്തെ തരം താഴ്ത്തൽ, അത് ഭാവിയിൽ എന്ന് പറഞ്ഞാൽ അധികം കാലം മുന്നോട്ട് പോകണ്ട, ഉടൻ തന്നെ അത് ഗുണകരമായിട്ട് നീങ്ങാനുള്ള സാധ്യതയും. ലഗ്നാൽ 11-ാം ഭാവത്തിൽ സൂര്യനും 9-ാം ഭാവത്തിൽ വ്യാഴവും കിട്ടിയിരിക്കുന്ന ഗ്രഹനിലയാകുകയാൽ ആചാര്യസ്ഥാനം, ഗുരുസ്ഥാനം, അധ്യാപിക സ്ഥാനം ആണ് ഈ ഗ്രഹനിലയെ പറയുന്നത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുക, വിദ്യ പകർന്നു കൊടുക്കുക, അധ്യാപിക അല്ലെങ്കിൽ അധ്യാപക സ്ഥാനം അല്ലെങ്കിൽ പുരോഹിത സ്ഥാനം, ഇത് രണ്ടിലേതെങ്കിലും എന്നാണ്. അപ്പോൾ ഇത് കൂടുതലും അധ്യാപിക സ്ഥാനമായിട്ട് ഗവൺമെൻറ് തലത്തിൽ ആദ്യം പാർട്ട് ടൈമായിട്ടോ അല്ലെങ്കിൽ ശമ്പളം ഗവൺമെൻറ്റിൻ്റെയും മാനേജ്മെൻറ്റ് ജോലിയായിട്ടോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യത 2017 സെപ്റ്റംബറിന് ശേഷം 2018 സെപ്റ്റംബറിന് ഉള്ളിലായി സാധ്യത ഉണ്ട്. പ്രത്യേകിച്ചും വരുന്ന ജൂൺ മുതൽ അതിൻ്റെ ലക്ഷണം കണ്ടു തുടങ്ങും.
ഇപ്പോൾ ഉദ്യോഗതലത്തിൽ ഒരു ഭീഷണിയും ഒരു മാനസിക സംഘർഷമൊക്കെ വരുന്ന ഒരു സമയമാണ്. പൊതുവേ ലഗ്നാൽ അഷ്ടമത്തിൽ ശനിയും ചൊവ്വയും കൂടെ നിൽക്കുന്ന അഗ്നിമാരുത യോഗം നിൽക്കുന്ന ഒരു ജാതകമാണ്. ശാരീരികപരമായിട്ട് എന്തെങ്കിലും ക്ലേശങ്ങളും തീയും പ്രകൃതിയും കാറ്റും ഒക്കെ കൊണ്ട് പ്രകൃതിക്ഷോഭങ്ങളിലോ അഗ്നി സ്ഫോടനങ്ങളിലോ കറണ്ട് ഇടിമിന്നൽ സ്പാർക്കിംഗ് ലൈറ്റിനിങ് ഇങ്ങനെയൊക്കെ ഉള്ള കുഴപ്പങ്ങൾ ഏതെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ജന്മമാകയാൽ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട് തീയുമായിട്ട് ബന്ധപ്പെട്ടും വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. കാറ്റ്, മൃഗങ്ങൾ, ദുഷ്ടമൃഗങ്ങൾ, ക്രൂരമൃഗങ്ങൾ, ഇഴജന്തുക്കൾ, അതുപോലെ തന്നെ മരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇടപെട്ട് വരികയും നടുവേദന, ഗർഭപാത്ര രോഗം മുതലായവയും അതുപോലെ തന്നെ ബ്രസ്റ്റിന് രോഗങ്ങൾ ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ആയതിനാൽ പഞ്ചദുർഗ എന്ന് പറയുന്ന ക്രിയയും ശനീശ്വരം എന്ന് പറയുന്ന ക്രിയയും ഒരു 18 ദിവസം ചെയ്ത് ശനീശ്വര യന്ത്രം സ്ഥിരമായി ധരിക്കുകയും ചെയ്തു വന്നാൽ ഈ വക ദോഷങ്ങളിൽ നിന്ന് ഉദ്യോഗതലത്തിൽ സർവീസ് തലത്തിലുള്ള ദോഷങ്ങളിൽ നിന്ന് മാറ്റം വരികയും ഭാവിയിൽ ഗുണപ്രദമായ രീതിയിൽ അധ്യാപികയായിട്ടോ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സംബന്ധമായിട്ട് ഗവൺമെൻറ് ശമ്പളം വാങ്ങാനുള്ള യോഗവും ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാവും. ഏതെങ്കിലും പേരും നക്ഷത്രവും ചേർത്ത് ശനീശ്വര പത്മം ഇട്ട് ജലഗന്ധ പുഷ്പ ധൂപദീപ ജലാന്തത്തോടു കൂടി പേരും നക്ഷത്രവും ചേർത്ത് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം എന്നിത്യായി തുടങ്ങുന്ന ശനി സ്തോത്രങ്ങളെ കൊണ്ട് 4448 ഒരു വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം ഇത്യാദി പഞ്ചഭൂത ശക്തികളാൽ സ്വസ്തിക പൂജകൾ ചെയ്യുകയും ഇന്ദ്രനീലം എന്ന രത്നം ധരിച്ചു വരികയും ചെയ്യുക. കണിശമായിട്ടും തടസ്സങ്ങൾ വഴിമാറും. ഒരു വർഷത്തിനുള്ളിൽ ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ തസ്തികയിൽ നിന്ന് ഉടൻ തന്നെ മാറ്റമുണ്ടാകുകയും ചെയ്യുന്നതാണ്. ഇതിനെ സംബന്ധിച്ച് ഭയക്കുകയോ ഒന്നും വേണ്ട. ജാതകം എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ തന്നെ ആ തടസ്സങ്ങൾ മാറി ഗുണകരമായ രീതിയിൽ 8ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു നിർഭാഗ്യത വന്നാൽ ഉടൻ തന്നെ ഭാഗ്യാനുഭവങ്ങൾ ഉടനെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു സൂചന തരുന്നുണ്ട്. അങ്ങനെ നല്ല നിലയിലേക്ക് വന്നൊരു അധ്യാപികയായിട്ട് തീരാനുള്ള യോഗം ഈ ജാതക നിലയിലുണ്ട്. അപ്രകാരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് സ്വീകരിക്കാനായി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പ്രശ്നപരിഹാര മാർഗ്ഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാം.